ഹേ ഗൈസ്, നിങ്ങൾ ചിലവർ പൈസ ഡബിൾ ആക്കുന്ന കാണുന്നുണ്ടാവും. ഒരു വീക്കോ സ്പാനിൽ നമ്മൾ 10,000 രൂപ കൊടുത്ത് അവർ ഒരു വീക്കിൻ്റെ ഉള്ളിൽ 20,000 രൂപ ആക്കി എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് കാണാം. ഓർ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ട്രേഡിങ്ങിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതും കണ്ടു കാണും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്കും ടെംപ്റ്റ് ആവും അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് മണി ഡബിളിംഗ് ആണല്ലോ. അപ്പോൾ ഒന്നും അറിയാതെ യു ടേക്ക് അപ്പ് ദാറ്റ് റിസ്ക് ആൻഡ് എൻഡ് അപ്പ് ലൂസിങ് ഹാഫ് ഓഫ് യുവർ ക്യാപിറ്റൽ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, റിസ്ക് വേഴ്സസ് റിവാർഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇൻവെസ്റ്റിംഗിൽ പ്രോഫിറ്റ് ആണ് നമ്മുടെ പ്രൈസ്, ബട്ട് റിസ്ക് നമ്മൾ ആ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന പൈസയാണ്. സോ ദർ ഈസ് നോ ഫ്രീ ലഞ്ച്. ആരെങ്കിലും നിങ്ങളുടെ പൈസ ഡബിൾ ആക്കി തരാമെന്ന് വിത്തൗട്ട് എനി റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഡെഫിനറ്റ് ഫ്രോഡ്. അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് 6 to 7% റിട്ടേൺസ് തരുന്നുള്ളൂ. ബിക്കോസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ലോ റിസ്ക് കാറ്റഗറിയിലാണ് വരുന്നത്. ലൈക്ക് നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ മോഡറേറ്റ് റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യാം. അത് 10 to 15% റിട്ടേൺസ് കിട്ടും. പിന്നെ അടുത്താണ് പെന്നി സ്റ്റോക്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ. അതിൽ 100% റിട്ടേൺസ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ റിസ്ക് എന്ന് പറയുന്നത് 100% ആണ്. സോ ഈ റിസ്ക് റിവാർഡിന്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, റിവാർഡ് കൂടുന്നതിനനുസരിച്ച് റിസ്ക്കും സെയിം ലെവലിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കും. സോ അവിടെയാണ് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് വരിക. അവർ ഇത് ബാലൻസ് ഔട്ടാണ് ചെയ്യുക, അല്ലാതെ റിസ്ക് ഇല്ലാതെ വെക്കുമല്ല. അപ്പോൾ ഇവിടെ ബിഗിനേഴ്സ് വരുത്തുന്ന പ്രോബ്ലം, ഗ്രീഡ് കാരണം ഒത്തിരി റിസ്ക് എടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പേടിയായിട്ടിരിക്കും. അപ്പോൾ രണ്ടും തെറ്റായ വഴിയാണ്. അപ്പോൾ നമ്മുടെ ഗോൾ എന്തായിരിക്കണം? നമ്മുടെ ഗോള് 0 റിസ്ക് അല്ല, കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. So every return you chase has a price tag, that is risk. Learn to manage the risk, not run from it. So happy investing.